നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ IPLൻ്റെ ലീഗ് ഘട്ട മത്സരങ്ങൾ അവസാനിച്ചല്ലോ. നമ്മളിനി പ്ലേ ഓഫിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്ലേ ഓഫ് നാളെ RCBയും GTയും തമ്മിൽ ക്വാളിഫയർ 1 കളിക്കും. തൊട്ടടുത്ത ദിവസം SRHും RRും തമ്മിൽ എലിമിനേറ്റർ കളിക്കും. പിന്നെ എലിമിനേറ്ററിൽ ജയിക്കുന്ന ടീമും ക്വാളിഫയർ 1 തോറ്റ ടീമും കൂടി ക്വാളിഫയർ 2 കളിക്കും. പിന്നെ ക്വാളിഫയർ 1 ജയിച്ച ടീമും ക്വാളിഫയർ 2 ജയിച്ച ടീമും കൂടി ഫൈനൽ കളിക്കും. നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഓരോ ടീമിനെയും നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. എന്തെന്ത് എക്സ്പെക്റ്റേഷൻസ്, എന്ത് ഫൈനൽ റിസൾട്ട്, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. താഴെ തുടങ്ങാം. LSG ആണ് 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. 14 കളി, 4 വിജയങ്ങൾ, 10 പൊട്ടൽ, 8 പോയിൻ്റ്. എവിടെ പാളി? പലയിടത്തും പാളി. കളി കഴിഞ്ഞിട്ട് ഏതാണ്ട് പുറത്തായ ഘട്ടത്തിലൊക്കെ പന്ത് പറയുന്നുണ്ട് ഞങ്ങളൊരു എഫേർട്ടൊക്കെ ചേർത്തിട്ട് ഗുഡ് ടീമാണെന്നൊക്കെ. സംഗതി ശരിയായിരുന്നു, പക്ഷേ അത് വേണ്ട വിധത്തിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. മിച്ചൽ മാർഷ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഫോമായില്ല. രണ്ടാമത് അദ്ദേഹം കിടിലൻ ഫോമിലേക്ക് വന്നപ്പോഴേക്കും കളി കയ്യിൽ നിന്ന് പോയി. ജോഷ് ഇംഗ്ലീഷ് വരാൻ വൈകി, വന്നിട്ട് അദ്ദേഹം പൊളിച്ചടുക്കിയിട്ടുണ്ട്, പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. നിക്കോളാസ് പൂറൻ്റെ ഫോം ഔട്ട് വല്ലാത്തൊരവസ്ഥയുണ്ടാക്കി, ഉള്ള ആരും പറയാലോ. പിന്നെ ബൗളിങ് ഒരു തരത്തിലും മൂർച്ചയുള്ളതായി തോന്നിയില്ല. പിന്നെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. ഇനിയിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലക്നൗ സൂപ്പർ ജയൻസ് അടുത്ത സീസണിലേക്ക് ലീഡർഷിപ്പിൽ മാറ്റം വരുത്താൻ, ലീഡർഷിപ്പ് റീസെറ്റിന് ശ്രമിക്കുന്നു. അതിലേക്ക് പോയേക്കുമെന്നുള്ള വാർത്ത വരുന്നു. 2025 7ാം സ്ഥാനത്തും 2026 10ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പിന് മാറ്റം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് LSG പന്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്തേക്കും. LSG ഡയറക്ടർ ടോം മൂഡി അത് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ചില സൂചനകൾ നൽകി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. LSGയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 27 കോടിയാണ് ഋഷഭ് പന്തിന് കൊടുത്തത്. 27 കോടി. നിക്കോളാസ് പൂറന് കൊടുത്തത് 21 കോടി. എന്നിട്ട് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇവരുണ്ടാക്കാതെ ഈ സീസൺ കടന്നു പോകുമ്പോൾ അത് വലിയ നിരാശ ആരാധകർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത സീസണിലെങ്കിലും കാര്യങ്ങൾ മാറും എന്ന് കരുതാം. പിന്നെ അടുത്ത ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈയുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താ ഞാൻ പറയുക, ഒന്നും പറയാനില്ല. കാരണം അത്രയും ടോപ്പ് ക്ലാസ് താരങ്ങൾ അവർക്കുണ്ട്. എന്നിട്ട് റിസൾട്ടോ വട്ടപൂജ്യം. 14 കളി, 4 ജയം, 10 തോൽവി. LSGയുടെ പോലെ തന്നെ 8 പോയിൻറ്റുമായിട്ട് അവർ നിൽക്കുന്നു. സോ അവർ 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ എവിടെയാണ് അവർക്ക് പാളിപ്പോയത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ ആരാധകർക്കുണ്ട്. റീടെൻഷനും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ? പിന്നെ ക്യാപ്റ്റൻസിയുടെ കാര്യം, ടീമിൽ ഒത്തൊരുമയില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. രോഹിത് ശർമ്മ പഴയ രോഹിത് അല്ലാതാവുന്നു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിന് മേൽ വേണ്ടത്ര നിയന്ത്രണങ്ങളില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ബൗളിങ്ങിൽ ബുംറയുടെ ആ ഒരു വിക്കറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു വലിയ രൂപത്തിൽ അവരെ ബാധിച്ചു എന്നത് കൂടാതെ ബൗളിങ്ങിൽ ട്രെൻറ്റ് ബോൾട്ടിനെ വലിയ പ്രതീക്ഷയോടുകൂടി അവർ കണ്ടതാണ്. അദ്ദേഹം ഫ്ലോപ്പാവുന്ന കാഴ്ച. ദീപക് ചാഹർ വേണ്ടത്ര മികവിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കണ്ട ഒരു സീസണാണിത്. ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല സൂര്യ കളിച്ചത്. അത് തന്നെയാണ് തിലകിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. ചില കളികളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ടീമിനെ ജയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതല്ല പറയുന്നത്, കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്ക് എന്തൊക്കെ സംഭവിക്കുന്നതാണ് കാണേണ്ടത്. സൂര്യകുമാർ യാദവിനെ, നമാന്തിറിനെ, രോഹിത് ശർമ്മയെ, റിയാൻ റിക്കിൾട്ടനെ, അതുപോലെ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഇനിയും അവർ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. രോഹിത് അവിടെ തുടരുമെന്ന് തന്നെ കരുതണം. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ റിലീസ് ചെയ്യുമോ? അതൊക്കെ ബിഗ് ക്വസ്റ്റ്യനാണ്. വരും ദിവസങ്ങളിൽ അതിനൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കും. സോ മുംബൈയുടെ പ്രകടനത്തിൽ ഞാൻ ശരിക്കും നിരാശനാണ്. 8ാമത് ഫിനിഷ് ചെയ്ത CSKയുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിക്ക് ഈ സീസണിൽ അവരെ തളർത്തി എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. പരിക്ക് തളർത്തിയ ടീമാണ് അവർ. കളി ആരംഭിക്കും മുമ്പ് തന്നെ പുറത്തായ എല്ലിസ് മുതൽ ഇങ്ങോട്ട് ബ്രേവിസിന് തുടക്കത്തിലെ കുറച്ച് കളികൾ നഷ്ടമാകുന്നു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആയുഷ് മാത്ര നന്നായിട്ട് ബാറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ആ പയ്യനെ പരിക്കുപറ്റി പുറത്തുപോയി.
അതിനുശേഷം ബൗളിങ്ങിൽ നന്നായിട്ട് ബൗൾ ചെയ്തുകൊണ്ടിരുന്ന ഖലീൽ അഹമ്മദ് പുറത്തു പോയി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏറ്റവും ഒടുവിൽ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് അവർക്ക് ഒബേർട്ടനെയും നഷ്ടപ്പെടുന്നു. സോ പരിക്ക് തളർത്തി കളഞ്ഞു. തല പിന്നെ കളിച്ചിട്ടേ ഇല്ല. തല ഓരോ കാരണങ്ങൾ, കാഫാണ്, മുട്ടാണ്, അതല്ല അവസാനം കൈവിരലിന് പരിക്കാണ്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ വന്നു. അദ്ദേഹം ഏതായാലും പുറത്തായി എന്ന് പറഞ്ഞാൽ കളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം കളിക്കുമെന്നും ഉറപ്പില്ല. സഞ്ജു സാംസൺ ഈ സീസണിൽ 3 മാൻ ഓഫ് ദി മാച്ചൊക്കെ നേടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ടെങ്കിലും 2 സെഞ്ചുറിയൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കുറച്ചുകൂടി കൺസിസ്റ്റൻസി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഫോം ഔട്ടായ താരങ്ങൾ ദ്യൂബെ വേൾഡ് കപ്പിൽ എന്ത് കളിയാണ് കളിച്ചത്? പൊളിച്ചടിക്കുകയില്ലേ? പക്ഷേ ഇവിടെ വന്നപ്പോഴോ അവസാനത്തെ കളി 4 അടി അടിച്ചതൊഴികെ അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു പ്രകടനം നടത്തിയില്ല. അതൊക്കെ തന്നെയാണ് അവർക്ക് തിരിച്ചടിയായി മാറിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ദ്യൂബയുടെ ഫോം ഔട്ട്, ബ്രെവിസിൻ്റെ ഫോം ഔട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടു. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം പലരും ആഗ്രഹിക്കുന്നുണ്ട്. ക്യാപ്റ്റൻസി, ഋതുവിൻ്റെ ബാറ്റിംഗ് ഫോം വളരെ പരിതാപകരമായിരുന്നു. ഇനി അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് സഞ്ജുവിനെ കൊണ്ടുവരുമോ? തല അടുത്ത സീസണിലേക്ക് തുടരുമോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നിൽക്കുന്നു. ഏതായാലും 14 കളി 6 ജയം 8 തോൽവി, 12 പോയിൻറ്റോടെ 8ാം സ്ഥാനത്ത് CSK. അവരുടെ പ്രകടനത്തിലൊട്ടും സംതൃപ്തിയില്ല. പിന്നെ ചിലരൊക്കെ പറയുന്നത് പഴയ പോലെയുള്ളൊരു CSK അല്ല. CSK കളി പൂർണ്ണമായിട്ടും ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചിരുന്ന കാലം പോയി. മാറ്റത്തിനൊപ്പം CSK മാറിയില്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്തായാലും അടുത്ത ഓപ്ഷനിലൊക്കെ അവർ ഇതിനൊരു പരിഹാരം കാണുമെന്ന് കരുതാം. 7ാമത് KKR. KKR പറയുമ്പോൾ 14 കളി 6 ജയം 7 തോൽവി 13 പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാന ദിവസം വരെ അവർക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇന്നലെ RR ജയിച്ചോടുകൂടിയാണ് ആ പ്രതീക്ഷ അവർ കൈവിടുന്നത്. പക്ഷെ തുടക്കത്തിൽ നമുക്കറിയാലോ വലിയ രൂപത്തിൽ മോശം പ്രകടനം നടത്തിയൊരു ടീം പിന്നീട് തുടരൻ വിജയങ്ങൾ കൊണ്ട് പ്രതീക്ഷകൾ ഉണ്ടാക്കിയെടുത്തു. അത് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രധാനമായിട്ട് സംഭവിച്ചത്? വലിയ രൂപത്തിൽ ഓപ്ഷനിൽ വലിയ രൂപത്തിൽ ആക്റ്റീവായിട്ട് നിന്ന ഒരു ടീം. കാരണം വലിയ രൂപത്തിൽ റിലീസിങ് കാര്യങ്ങളൊക്കെ നടത്തി ബിഗ് പേഴ്സുമായിട്ട് ഓപ്ഷന് പോയി. അവർ കരുതിയ പോലെ ബൗളിംഗ് ഒക്കെ ശക്തിപ്പെടുത്തിക്കോ ഒക്കെ അവർ വിളിച്ചാണ്. എന്തിനാണ് എന്ന് ഒരു വ്യക്തത ഒഫീഷ്യലി പറയാതെ BCCI ഒരു നോട്ടീസ് കൊടുത്തിട്ടാണ് മുസ്തഫീസുർ റഹ്മാൻ അവർക്ക് ഒഴിവാക്കേണ്ടി വരുന്നത്. മുസ്തഫീസുറിന് പകരം നസീം മുസറബാനി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഹർഷിത് റാണ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരം, അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റൂൾഡ് ഔട്ട് ആവുന്നു. പതിരാന ഒരു വലിയ തുക മുടക്കി കൊണ്ടുവന്നയാളാണ്, പരിക്കേറ്റ് അവസാനം ജോയിൻ ചെയ്തപ്പോൾ വീണ്ടും പരിക്ക്. അങ്ങനെ അവരുടെ ബൗളിംഗ് അങ്ങ് ഡിപ്ലീറ്റഡ് ആയി പോയിരുന്നു. അതാണ് ആ ഷോക്കാണ് തുടക്കത്തിൽ അവരെ ശരിക്കും ബാധിച്ചത്. പിന്നീട് തുടക്കത്തിലാണെങ്കിൽ ഫിനാലിനാണെങ്കിലൊന്നും അത്ര ഫോമിൽ കളിക്കുന്നൊരവസ്ഥയുണ്ടായില്ല. ടിം സിഫേർട്ട് ഫിനാലൻ 2 പേരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. 2 പേരും അത്ര ഫോമിലൊന്നുമല്ല, കിട്ടിയ അവസരങ്ങളിൽ കളിച്ചു. പക്ഷേ പിന്നീട് ഫിനാലൻ ക്ലിക്കാവുകയും പൊളിച്ചെടുക്കുകയും ചെയ്യുന്നു. രഘുവൻഷി മിന്നും ഫോമിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. റിങ്കു സിംഗ് ചില കളികളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോൾ ഏറ്റെടുത്തു. സുനിൽ നാരായണൻ കട്ടക്ക് ബൗൾ ചെയ്തു നിന്നു. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ അവർ ഒരു തിരിച്ചുവരവുള്ള ശ്രമം പിന്നീട് നടത്തി സെക്കൻഡ് ഹാഫിൽ. പക്ഷെ അത് മതിയാവുമായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് നോക്കേണ്ടത്. ക്യാമറൺ ഗ്രീൻ അവർ 25 കോടിയാണ് കൊടുത്തിരുന്നത്, റിങ്കുവിന് 13 കോടി, സുനിൽ നാരായണന് 12 കോടി, വരുൺ ചക്രവർത്തിക്ക് 12 കോടി. ഇനിയിപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ അടുത്ത ഒരു റീടെൻഷൻസൊക്കെ സമയത്ത് വരും ടീമിൽ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും KKR തുടക്കത്തിൽ അവർക്ക് പാളിപ്പോയിടത്താണ് ഈ സീസൺ കൈവിട്ടത്. DC 6ാമത് ഫിനിഷ് ചെയ്ത ടീമാണ്. 14 കളി അവർക്ക് 14 പോയിൻ്റ് ഉണ്ട്. പക്ഷെ നമുക്കറിയാലോ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് ആരാധകർ ഇത്തവണ വലിയ ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. അതിനുള്ളൊരു കൺസിസ്റ്റൻസി അവർ പലപ്പോഴും പുലർത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റാർക്ക് വരാൻ വൈകി. സ്റ്റാർക്ക് വന്നിട്ട് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട്. എന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരുന്നു. KL രാഹുൽ നല്ല രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. 2025 അദ്ദേഹം 539 റൺസ് അടിച്ചെങ്കിൽ 2026 593 റൺസ് അടിച്ചു. 174.71 സ്ട്രൈക്ക് റേറ്റിൽ. പിന്നെ റിസ്വി ആദ്യത്തെ 1-2 കളികൾ കളിച്ചു എന്നല്ലാതെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എവിടേക്കെയോ കാര്യങ്ങൾ പാളിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. ഇനി എന്തൊക്കെ മാറ്റങ്ങളിലേക്ക് അവർ പോകും എന്നുള്ളത് കണ്ടറിയണം. ദെൻ PBKS ഈ 5ാം സ്ഥാനത്താണ് സീസണിൽ ഇപ്പോൾ ഫിനിഷ് ചെയ്യുന്നത്. ഈ സീസണിൽ വല്ലാത്തൊരു
2 തരത്തിലുള്ള പ്രകടനം നടത്തിയിട്ടുള്ള ഒരു ടീമാണ് PPKS. ഏറ്റവും ഒടുവിൽ അവർ ജയിച്ചു ശരി, പക്ഷേ തുടരെ 6 കളികൾ പൊട്ടുക, തുടക്കത്തിൽ തുടരെ 6 കളി ജയിക്കുക. ഇത് ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് മാറുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ ടീമിന് ബൗളിങ് ഒരു പ്രശ്നമായിരുന്നു തുടക്കം മുതലേ തന്നെ. അത് കവറപ്പ് ചെയ്ത് പോയിരുന്ന അവരുടെ ബാറ്റിങ്ങിൻ്റെ മികവ് കൊണ്ടാണ്. ആ ബാറ്റിംഗ് ഒരല്പം ഒന്ന് താഴേക്ക് പോയതോടുകൂടി അവരുടെ ബൗളിംഗ് പൂർണ്ണമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും കളി ചറപറ തോൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നീട് ലേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അവസാനം ഒരു കളി ജയിച്ചൊക്കെ നോക്കിയെങ്കിലും രാജസ്ഥാൻ റോയൽസ് അവർക്ക് വിട്ടുകൊടുക്കാതെ വിജയിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ശ്രേയസ് അയ്യർ, പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാരിയ, കൂപ്പർ കനോലി, സ്റ്റോയിനിസ്, പിന്നെ മാർക്കോ യെൻസന്, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ടീമാണ്. ആ ടീമിന് പക്ഷേ എവിടേക്കോ പിടിവിട്ട് പോയിട്ടുണ്ട്. അത് അടുത്ത സീസണിലേക്കെങ്കിലും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ കിരീടം എന്നുള്ളത് എങ്ങനെ കിട്ടാക്കനിയായിട്ട് അകന്നകന്ന് പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം. 4ാമത് വന്ന രാജസ്ഥാൻ റോയൽസ്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സീസണിൽ അവർ വൈഭവ് സൂര്യവംശിയുടെ മികവിലാണ് യഥാർത്ഥത്തിൽ കുതിച്ചിട്ടുള്ളത്. അവർ ക്വാളിഫൈ ചെയ്തു. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം അത്ര മികവിൽ കളിച്ചില്ലെങ്കിൽ പോലും അവർ ക്വാളിഫൈ ചെയ്തു. ജോഫ്രെ ആർച്ചറാണ് ഇന്നലെ എങ്കും എവിടെയും ആർച്ചർ എന്നുള്ളതാണ്, എവ്രിവെയർ ആർച്ചർ എന്നുള്ളതായിരുന്നു. ബാറ്റ് കൊണ്ട്, ബോൾ കൊണ്ട്, ഫീൽഡിങ്ങിലും ഒക്കെ ആത്മാർത്ഥതയോടുകൂടി കളിച്ചു. അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യം എന്താ വെച്ചാൽ കുമാർ സംഗക്കാര അവിടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടീം സ്പിരിറ്റ്, അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് കണ്ടത്. യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറൽ എന്നിവരൊക്കെ വേണ്ട ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ യാഷ് രാജ് പൂഞ്ചൊക്കെ അവസാനം കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ ബൗളിംഗ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാലോ നാന്ത്രെ ബർഗറെ പോലെയുള്ള ആളുകൾ, പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ഡെത്ത് ഓവറിൽ ഉപയോഗിച്ചിരുന്ന സന്ദീപ് ശർമ്മ ഇത്തവണ അത്രത്തോളം ഒരു മികവിലേക്ക് പോയില്ല എന്നുള്ളതൊരു പ്രശ്നമായി. ഇപ്പോൾ ഇന്നലെയൊക്കെ നോക്കുകയാണെങ്കിൽ ദാസുൻ ഷനാക്കൊന്നും അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓവറോൾ ടീം കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി അതെന്തോ മഹത്തായ ഒരു ക്യാപ്റ്റൻസി ആയതുകൊണ്ട് ജയിക്കുന്നല്ല, ഒരുവിധം കാര്യങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മോശമല്ലാത്ത പ്രകടനം നടത്തി 6 ഇപ്പോൾ പ്ലേ ഓഫിൽ നിൽക്കുന്നു. അവർ മുന്നോട്ട് പോയി ഫൈനലിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 3ാമത് SRH 14 കളി 9 വിജയങ്ങളും 5 തോൽവികളുമായിട്ട് 18 പോയിൻ്റാണ് അവർക്കുള്ളത്. അപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോഴേ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കെതിരെ വലിയ രൂപത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദി 100ൽ ഒരു പാകിസ്ഥാനി താരത്തെ അവരുടെ അവിടുത്തെ ഫ്രാഞ്ചൈസി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവരെ ബഹിഷ്കരിക്കാനാണ് ആഹ്വാനമുണ്ടായിരുന്നത്. അതായത് പക്ഷേ BCCI കൃത്യമായി സ്റ്റാൻഡ് എടുത്തു. അത് മറ്റൊരു രാജ്യത്ത് മറ്റൊരു ബോർഡ് നടത്തുന്ന കളിയാണ്, അതിൽ BCCIക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെ അവർ സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നിരുന്നു SRHനെതിരെ. അവരെ കളി കാണരുത്, ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ബഹിഷ്കരണ ആഹ്വാനം ചെയ്തവരൊക്കെ ഒരു തരത്തിലും ഒന്നുമല്ലാതെയായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദ് കളിക്കളത്തിലും അവരുടേതായിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മയാണെങ്കിലും അതുപോലെ ഇഷാൻ കിഷൻ്റെ പ്രകടനവും അദ്ദേഹം ആദ്യഘട്ടത്തിൽ നടത്തിയ ക്യാപ്റ്റൻസിയും അത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ഹെൻറി ക്ലാസിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ബൗളിങ്ങിലാണെങ്കിൽ പാറ്റ് കമിൻസ് വന്നതോടുകൂടി അവർ മറ്റൊരു തരത്തിലേക്ക് മാറി. പ്രഫുൽ ഇൻജയും സാക്കിബ് ഹുസൈനും അവർ കിട്ടിയ അവസരങ്ങൾ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. ഇതിൽ ഈ 2 പേരിൽ ആരാ കൂടുതൽ മെച്ചെന്ന് ചോദിച്ചാൽ സാക്കിബ് ഹുസൈൻ എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി വളരെ അപാരമാണ്, കണ്ടെത്തൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ SRH ഇത്തവണ നന്നായി കളിച്ചിട്ടുണ്ട്. ഇനിയും സാധ്യത അവരുടെ മുന്നിലുണ്ട് താനും. 2ാമത് GT ആണ്. GT പ്രിൻസ് നയിക്കുന്ന GT പലർക്കും ഈ T20ക്ക് പറ്റാത്തൊരു കളിക്കാരൻ എന്ന രൂപത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനെ ചിലരെങ്കിലും വിലയിരുത്തിയിരുന്നു. പക്ഷേ അതൊരു യാഥാർത്ഥ്യമല്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി തെളിയിച്ചു. കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈ സീസണിൽ ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം തന്നെ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ മുന്നോട്ട് പോകാനുള്ള സാധ്യത, ചിലരെങ്കിലും കിരീടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒക്കെ പറയുന്നുണ്ട്. സായ് സുദർശനും അതുപോലെ ശുഭൻ ഗില്ലും ജോസ് ബട്ട്ലറും അവരുടെ ടോപ്പ് ഓർഡർ വളരെ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ റാഷിദ് ഖാൻ ആണെങ്കിലും മറ്റ് ബൗളർമാരാണെങ്കിലും ഒക്കെ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു. സോ GT ഇത്തവണ പ്രതീക്ഷ നിർഭരമായൊരു പ്രകടനം തന്നെ നടത്തുന്നു. 1ാമത് പോയിൻ്റ് പട്ടികയിൽ ഫിനിഷ് ചെയ്തത് RCB ആണ്. 14 കളിയിൽ നിന്ന് 18 പോയിൻ്റ്.
നല്ല രൂപത്തിൽ തന്നെ കിങ് കോഹ്ലിയും രജത് പട്ടീദാറും ദേവദത്ത് പടിക്കലും ടിം ഡേവിഡും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബൗളിങ്ങിൽ ഹേസൽ വുഡും അതുപോലെ ഭുവനേശ്വർ കുമാറും സൂപ്പർ ഡ്യൂപ്പർ ഫോമിലായിരുന്നു. എങ്കിലും അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളില്ലേ എന്ന തോന്നൽ, കാരണം എല്ലാം കൊണ്ടും ഈ ടീമാണ് ഇത്തവണ കിരീടം എന്ന് പറയണ്ട. അപ്പോൾ ഈ പോയിന്റ് പട്ടിക ഒന്നാമതെത്തിയത് കൊണ്ടെല്ലാം ശരിയാണെന്ന് അർത്ഥമില്ല. ജിതേഷ് ശർമ്മയുടെ ഫോം ഔട്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് ഒരു വിഷയം തന്നെയാണ്. വെങ്കിടേഷ് അയ്യർ അദ്ദേഹത്തെ കളിപ്പിച്ചപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഫിൽ സാൾട്ട് മടങ്ങി വരും, എന്തായാലും പ്ലേ ഓഫിന് ഫിൽ സാൾട്ട് ഉണ്ടാവും. ജേക്കബ് ബത്തലാണ് ഔട്ട് ഓഫ് ഫോം ആയതും അദ്ദേഹത്തിന് പരിക്കേറ്റ് അദ്ദേഹം റൂൾഡ് ഔട്ട് ആവുകയും ചെയ്തു. പക്ഷേ ഫിൽ സാൾട്ട് വരും. അപ്പോൾ വെങ്കിയെ എങ്ങനെ ഏത് പൊസിഷനിൽ കളിപ്പിക്കും എന്നുള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സമീപകാലത്ത് ഈ ലീഗിൻ്റെ അവസാന ഘട്ടത്തിൽ RCB കളിച്ച 6 കളികൾ എടുത്തു നോക്കുക, 3 അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ ആശങ്കയ്ക്ക് വക നൽകുകയും ചെയ്യുന്നു. ഏതായാലും അവർക്ക് നല്ല കിരീട സാധ്യത കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഈ 10 ടീമുകളെ കുറിച്ചുള്ള നമ്മുടെ നിഗമനം. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.